എല്ലാവർക്കും സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് കാണാം അസർബൈജാൻ ബാക്കു സിറ്റിയിലെ കാഴ്ചകൾ. അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര നഗരമാണ് ഇച്ചരി ഷെഹർ എന്നറിയപ്പെടുന്ന ബാക്കു ഓൾഡ് സിറ്റി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഈ പുരാതന നഗരഭാഗം 12ാം നൂറ്റാണ്ടിലെ മതിൽക്കെട്ടുകൾ കൊണ്ടും ഷിർവാൻഷ പാലസ്, മെയ്ഡൻ ടവർ തുടങ്ങിയ ചരിത്ര സ്മാരകങ്ങൾ കൊണ്ടും ഇടുങ്ങിയ വഴികൾ കൊണ്ടും പഴയകാല വീടുകൾ കൊണ്ടും വളരെ പ്രസിദ്ധമാണ്. ഓട്ടോമൻ, പേർഷ്യൻ, അറബ്, റഷ്യൻ തുടങ്ങിയ വിവിധ ഭരണകൂടങ്ങളുടെ സ്വാധീനങ്ങൾ ചേർന്ന് ഇന്നും ചരിത്രത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവാണ് ഈ നഗരം. നമ്മൾ ഈ ഓൾഡ് സിറ്റി കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ പഴയ ബിൽഡിങ്ങുകൾ ഫുള്ള് ഒരു ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കാണ്. ആ ഒരു ഏരിയ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾഡ് സിറ്റിയിലെ ഓരോ വഴികളിലും അസർബൈജാന്റെ സമ്പന്നമായ ചരിത്രവും സംസ്കാരവും പ്രതിഫലിക്കുന്നു. ഇപ്പൊ നമ്മളങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. മെർസി ബാക്കു എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. ബാർ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡുകൾ കിട്ടുന്ന ഒരു നല്ല റെസ്റ്റോറൻ്റ് ആണ്. 27 മന്നത്ത് വിലയുള്ള ഒരു ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടോ. ലാം സാജ് എന്ന് പറയുന്ന ഒരു ഫുഡാണ് ഓർഡർ ചെയ്തത്. ഇവരെ ട്രഡീഷണൽ ആയ ഒരു ഫുഡാണ്. എൻ്റെ ഫുഡ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടൊരു മീലാണ് കേട്ടോ. 2 പേരുടെ മീലാണത്. 27 മന്നത്തിന് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന രുചിയുള്ള ഒരുപാട് ഫുഡുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലായിടത്തും നല്ല റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നു ഫുഡ്. നമുക്കിനി അസർബൈജാന്റെ കറൻസിയായ അസർബൈജാൻ മനത്ത് നമുക്ക് പരിചയപ്പെടുത്താം. അതിന്റെ കുറച്ച് നോട്ടുകളാണ് ഈ കാണുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. ഇത് ആ ബിൽഡിങ്ങുകളുടെ ഒരു ഭംഗി തന്നെ ഭയങ്കര രസമാണ്. നമുക്ക് ഏകദേശം ഒരു യൂറോപ്പിൽ പോയ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ കിട്ടുന്നത്. ഇതൊരു മിനി യൂറോപ്പ് തന്നെയാണ്. ഇതൊക്കെ ഇനി കാലാകാലത്തിന് അനുസരിച്ച് ഇത് യൂറോപ്യൻ യൂണിയനിൽ അംഗത്തെടുക്കാനുള്ള സാധ്യതകൾ വളരെ അടുത്ത് തന്നെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പോകുന്നത് മെയ്ദാൻ ടവറിന്റെ വഴിയാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. അങ്ങനെ ദൂരം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടവറാണ് മെയ്ദാൻ ടവർ. അതിന്റെ മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കു സിറ്റിയുടെ നല്ലൊരു വ്യൂ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. പഴയ നഗരത്തിന്റെ ഇടുങ്ങിയ വഴികളിലൂടെ നടക്കുമ്പോൾ ഒരുപാട് കരകൗശല വസ്തുക്കളും അതേപോലെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട് കേട്ടോ. അവരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് ഈ ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടുന്നത്. ഈ ഓൾഡ് സിറ്റിയുടെ ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ മ്യൂസിയങ്ങളും അതേപോലെ പഴയകാലത്തെ കച്ചവടക്കാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളായ കർവാസാറായ് എന്ന് വിളിക്കുന്ന സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും. ബാക്കു ഓൾഡ് സിറ്റിയിലെ ഏറ്റവും വലിയ അട്രാക്ഷനായ മെയ്ദാൻ ടവർ 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു. 29 മീറ്റർ ഉയരവും 16.5 മീറ്റർ വ്യാസവുമുള്ള സിലിണ്ടർ ആകൃതിയിൽ കല്ലുപയോഗിച്ച് നിർമ്മിച്ച ഈ ഗോപുരം പണ്ട് കാവൽ കോട്ടയായും നിരീക്ഷണ ഗോപുരമായും ലൈറ്റ് ഹൗസായും ഉപയോഗിച്ചിരുന്നു. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 15 മനത്താണ് എൻട്രി ടിക്കറ്റ്. അപ്പൊ നമ്മളങ്ങനെ ഈ മെയ്ദാൻ ടവറിലേക്ക് പോകണട്ടോ. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം പിടിച്ചേക്കുന്ന ഒരു ടവറാണ് ഇത്. ഈ ഗോപുരത്തിനുള്ളിൽ 8 നിലകളുണ്ട്. ഓരോ നിലയും ചെറിയ ചെറിയ പടിക്കെട്ടുകൾ കൊണ്ട് മുകളിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു സ്റ്റെയർ ഉണ്ട്. സ്റ്റെയറിൽ കൂടെ നമ്മളിങ്ങനെ മേലേക്ക് കയറി പോവാം. ഒരു മ്യൂസിയം ആയിട്ടാണ് ഈ മെയ്ദാൻ ടവർ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പഴയ കാലത്തെ ഒരുവിധ സാധനങ്ങളൊക്കെ അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഏകദേശം 21 മീറ്റർ ലെങ്ത് ഉള്ള ഒരു കിണറാണ്. പണ്ട് ഇവരുടെ കുടിവെള്ളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അവർ പണിത ഒരു വലിയൊരു കിണറാണ് ഈ കാണുന്നത്. താഴെ വെള്ളമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ മെയ്ദാൻ ടവറിന് ഈ ഒരു പേര് വരാൻ ഒരു കാരണമുണ്ട് കേട്ടോ. പണ്ടത്തെ കഥകൾ പ്രകാരം അന്നത്തെ കാലത്തെ രാജകുമാരിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് നിർബന്ധിച്ചപ്പോൾ ആ രാജകുമാരി ഈ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്കുകയായിരുന്നു എന്നാണ് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണ് ഈ ഗോപുരം മെയ്ദാൻ ടവർ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. ഇന്ന് ഈ ടവർ ബാക്കുവിന്റെ ദേശീയ ചിഹ്നമായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ന് ഈ ടവറിനുള്ളിൽ ബാക്കു നഗരത്തിന്റെ ചരിത്രം വ്യക്തമാക്കുന്ന ഒരു മ്യൂസിയവും സുവനീർ ഷോപ്പുമാണ് ഉള്ളത്. ഏകദേശം നമ്മൾ ഇതിന്റെ ഏറ്റവും ടോപ്പിലെത്തിയതാ. ഇപ്പൊ നമ്മൾ ഈ മെയ്ദാൻ ടവറിന്റെ മേലെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ബാക്കു സിറ്റിയുടെ ഒരു 360 ഡിഗ്രി വ്യൂ ആണ് കിട്ടുന്നത് കേട്ടോ.
അവിടെ കണ്ടോ, അവിടെ ഡെന്നിസ് മാള്, അതേപോലെ അതിന്റെ അപ്പുറത്താണ് കാർപ്പറ്റ് മ്യൂസിയം, TV ടവർ, ഇവിടെ ഫ്ലെയിം ടവർ, അതുപോലെ അതിന്റെ അടിപൊളി ഒരു സൺസെറ്റ്, ഇതൊക്കെ കാണാൻ പറ്റും. ഈ ബാക്കു സിറ്റിയിലെ ഒരുവിധ അട്രാക്ഷനുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഈ ഒരു മെയ്ദാൻ ടവർ. മസ്റ്റ് വിസിറ്റ് ഏരിയയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ബാക്കു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തില്ല. നല്ല കാഴ്ചകളാണ് നമുക്ക്. നമ്മള് മെയ്ദാൻ ടവറിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് പോകണം. ബാക്കു ഓൾഡ് സിറ്റിയുടെ ലേഔട്ടാണ് മൊത്തം കാണട്ടെ. ആ ഓൾഡ് സിറ്റിക്കുള്ളില് ഒരു മതിലാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഉള്ളിലുള്ള ഈ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു മെയിൻ റോഡിന്റെ സൈഡിൽ നിന്നിട്ട് നോക്കിയാൽ മാത്രമാണ് കേട്ടോ മെയ്ദാൻ ടവറിന്റെ ഒരു ഫുള്ളൊരു ലേഔട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് മെയ്ദാൻ ടവറിന്റെ കാഴ്ചകൾ കാണാം. നമ്മൾ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്ന് കഴിഞ്ഞാലും ഇതേപോലെ ലോക്കലി ആയിട്ടുള്ള ആൾക്കാർ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെയും രണ്ടുപേര് വന്നിട്ട് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാം. Şehir dünyanında kalacağım ben. Çok güzel fikirdi kalsana kurban. Şehir dünyanında kalacağım ben. Çok güzel fikirdi kalsana kurban. Ne zaman istesen aziz anımı, Umra gözlerinle al sana kurban. Sen müşfikin yanında kal, girensene kurban. İstersen bu canımı al, girensene kurban. Sen müşfikin yanında kal, girensene kurban. İstersen bu canımı al, girensene kurban. മെയ്ദാൻ ടവറിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഓപ്പൺ എയർ മ്യൂസിയത്തിന്റെ അവിടേക്കാണ് നമ്മൾ അവിടെ നിന്ന് പോയത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാലസ് ആണ് കേട്ടോ. അത് ആ പാലസിന്റെ അവശിഷ്ടങ്ങളും അതേപോലെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ അടക്കിയ കല്ലറകളും അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഓപ്പൺ എയർ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ നേരെ ഇനി ഷിർവാൻ ഷാ പാലസിന്റെ അടിക്കുന്ന പോകണേട്ടാ. ഫുള്ള് ഇവിടെ റെസ്റ്റോറന്റ്, ഹോട്ടല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടൂറിസ്റ്റുകൾക്കുള്ള ഒരു മെയിൻ ഒരു ഏരിയ ആയിട്ട് അവർ കൺവേർട്ട് ചെയ്തേക്കാണ് കേട്ടോ. ഈ ഓൾഡ് സിറ്റിക്ക് അവിടെയുള്ള ഒരു നടത്തം നടന്നത് ഒരിക്കലും നമ്മൾ മിസ്സാക്കാൻ പാടില്ല കേട്ടോ. ഷിർവാൻ ഷാ പാലസ് കാണാൻ വേണ്ടി പോകണം കേട്ടോ. ഫുള്ളിങ്ങനെ സ്റ്റെപ്പുകളാണ് കേട്ടോ. ഇതാണ് ഷിർവാൻ ഷാ പാലസ് കേട്ടോ. ഇതിന്റെ മെയിൻ എൻട്രൻസിന്റെ അടിക്കാൻ നമുക്ക് പോവാം. ഇതേപോലുള്ള ചെറിയ ചെറിയ സ്ട്രീറ്റുകളാണ് ഈ ഓൾഡ് സിറ്റിയിലുള്ളത് ഫുള്ള്. ദുബായിലൊക്കെ ബുർജ് ഖലീഫ കാണുന്ന പോലെ നമുക്ക് ഈ ഒരു ഫ്ലെയിം ടവറിന്റെ വ്യൂ നമുക്ക് എപ്പോഴും കാണാൻ പറ്റൂട്ടോ. നമ്മളങ്ങനെ ഷിർവാൻ ഷാ പാലസിന്റെ അവിടെ എത്തിയിട്ടോ. ഇതാണ് ഷിർവാൻ ഷാ പാലസ് കോംപ്ലക്സ്. പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഷിർവാൻ ഷാ രാജവംശത്തിലെ ഭരണാധികാരികളാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. 1417 മുതൽ 1465 വരെ ഭരിച്ചിരുന്ന ഷിർവാൻ ഷാ ഖലീലുള്ള ഒന്നാമനാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് മുൻകൈയെടുത്തത്. അസർബൈജാനിലെ ഏറ്റവും മഹത്തായ ഇസ്ലാമിക കാലഘട്ടത്തിലെ കെട്ടിടങ്ങളിൽ ഒന്നായി ഈ കെട്ടിടം കണക്കാക്കുന്നു. ഈ കൊട്ടാരത്തിന്റെ പ്രധാന കെട്ടിടത്തിൽ 52 മുറികളുണ്ട്. ഇന്ന് ഈ കൊട്ടാരം ഒരു മ്യൂസിയമായി സംരക്ഷിക്കുന്നു. ഷിർവാൻ ഷാ രാജവംശത്തിന്റെ ചരിത്രം, ജീവിത രീതി, അന്നത്തെ ഉപകരണങ്ങൾ, കലാവസ്തുക്കൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മനോഹരമായി കൊത്തുപണികൾ ചെയ്ത കവാടങ്ങൾ, കമാനങ്ങൾ, ഖുറാനിലെ വചനങ്ങൾ കൊത്തിയെഴുതിയ ശിലാലിഖിതങ്ങൾ എന്നിവ ഈ കൊട്ടാരത്തിന്റെ പ്രത്യേകതകളാണ്. പ്രാദേശികമായി ലഭിക്കുന്ന ചുണ്ണാമ്പ് കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ബാക്കുലെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയാണ്. ഇപ്പം ഏകദേശം ഇവിടെ ഒരു 7 മണിയായിട്ടുള്ളൂ. ഫ്ലെയിം ടവർ കാണാൻ പോകണം കേട്ടോ. ബാക്കുലെ രാത്രി കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ.
ഏത് സമയത്തും ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവിടെ ഭയങ്കര കാറ്റായതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇറങ്ങണം കേട്ടോ. അതിന്റെ മുഖത്തൊക്കെ ഇങ്ങനെ കാറ്റടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ഒരു ഫ്ലെയിം ടവറിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകണം കേട്ടോ. വലിയൊരു കുന്നിന്റെ മേലേക്ക് കയറി പോകുന്ന രീതിയിലുള്ള ഒരു വഴിയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ വന്നപ്പോൾ ഇവിടെ കണ്ടൊരു നല്ല വെറൈറ്റി ആയിട്ടൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. നോക്കി ഫുള്ള് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഉള്ളൊരു ബിൽഡിംഗ് ആണ്. ഇതിന്റെ ഡിസൈൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ കാണുന്നത്. നോക്കി കയറ്റം കയറി വന്നിട്ട് ഇനി ഇവിടുന്ന് ഇനി പിന്നെ മേലേക്ക് ഇങ്ങനെ കയറ്റങ്ങളാണ് കേട്ടോ. അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിലെ ഏറ്റവും പ്രശസ്തവും ആധുനികവുമായ കെട്ടിട സമുച്ചയമാണ് ഫ്ലെയിം ടവേഴ്സ്. കത്തുന്ന തീയുടെ ആകൃതി നിർമ്മിച്ച 3 ഭീമൻ കെട്ടിടങ്ങളാണ് ഈ ഫ്ലെയിം ടവേഴ്സ്. അഗ്നിയുടെ നാട് എന്നറിയപ്പെടുന്ന അസർബൈജാന്റെ ചരിത്രപരമായ വിശേഷണത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലെയിം ടവറിൻ്റെ അടുത്തുള്ള ഒരു മെയിൻ പാർക്കായ ഹൈലൻഡ് പാർക്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത്. ബാക്കു സിറ്റിയുടെ നല്ല അതിമനോഹരമായ ഒരു നൈറ്റ് വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ. ഈ ഫ്ലെയിം ടവറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് മണി എക്സ്ചേഞ്ച് ചെയ്യാനാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്ന ആ ഒരു ഏരിയയുടെ അടുത്ത് തന്നെയുള്ള ഒരു ബാങ്കിൽ പോയിട്ടാണ് നമ്മൾ ഈ ഒരു മണി എക്സ്ചേഞ്ച് ചെയ്തത്. ഡയറക്റ്റ് ബാങ്കിൽ നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരെ ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് ഇതേപോലെ മണി എക്സ്ചേഞ്ച് ചെയ്തത്. നമ്മൾ വന്നത് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ്, ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റിലാണ്. അവിടുത്തെ ആ സൂപ്പർ മാർക്കറ്റിലും എല്ലാ ടൈപ്പും മദ്യം അവൈലബിൾ ആണ്. ഈ കാണുന്ന ഇതൊക്കെ വൈനാണ്. അതുപോലെ ഈ സൈഡിലൊക്കെ അസർബൈജാൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വൈനാണ് നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. അസർബൈജാനിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല കേട്ടോ. ഇനിയും പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ കാണും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാൻ ഫാമിലി സ്റ്റോറീസ് അതേപോലെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക.